ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ അഹ്ഖാഫിലെ 1, 2, 3 വചനങ്ങളാണ് നമുക്ക് പുതിയ പാഠമായി ഇന്ന് പാരായണം ചെയ്യാനുള്ളത്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ഒന്നാമതായി അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന പേരിൽ അറിയപ്പെടുന്ന കേവല അക്ഷരങ്ങൾ, കം നഖസ അസൽ എന്ന അക്ഷരങ്ങളാണ് ദീർഘം നൽകി ഉച്ചരിക്കേണ്ടവ. ഹയ്യുൻ തഹുർ എന്ന അക്ഷരങ്ങൾക്ക് തബീഇയ ദീർഘം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ വിശദമായി മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇനിയും നമ്മൾ ദീർഘത്തിൻ്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഹമീം എന്നതിലെ ഹ എന്നതിന് തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘമാണ് സാമാന്യ ദീർഘം. അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. എന്നാൽ മീം എന്നതിലെ ദീർഘം മദ് ലാസിം മുഖഫഫ് ഹർഫി എന്ന ദീർഘമാണ്. പേരോർത്ത് വെക്കുക, അൽ മദ്ദുൽ ലാസിം അൽ മുഖഫഫ് അൽ ഹർഫി, അല്ലെങ്കിൽ മദ് ലാസിം മുഖഫഫ് ഹർഫി. ഇത് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഇതിൻ്റെ സൂചനയാണ് മീമിൻ്റെ മുകളിൽ മദ്ദിൻ്റെ ദീർഘത്തിൻ്റെ ചിഹ്നം എഴുതിയിട്ടുള്ളത്. എന്നാൽ ഹായിന് അങ്ങനെ എഴുതിയിട്ടില്ല. ഹായിന് ഒരലിഫ് മാത്രം കൊടുത്ത് ദീർഘിപ്പിക്കുക. ഒറ്റ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ഒരു അലിഫ്. അപ്പോൾ ഹമീം എന്ന് 6 ഹറക്കത്തിൻ്റെ അളവ് വരെ മീമിൻ്റെ യാഇനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. കൂടുതൽ വിശദമായി ദീർഘത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മദ്ദിനെ കുറിച്ചുള്ള വിശദീകരണം തജ്വീദ് ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പഠിക്കാം ബിഇദ്നില്ലാഹ്. അടുത്ത വചനത്തിൽ തൻസീലു സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അൽ കിതാബി അൽ കിതാബി കാഫ് താ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്, ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ്, സൂചിപ്പിച്ച കാര്യമാണ്. കിതാബി പറയത് കിതാബി ഇസ്തിഫാലാണ്, അലിഫിനെ തർക്കീഖ് ചെയ്യാണ് വേണ്ടത്. മിനല്ലാഹി ഇസ്മുൽ ജലാല, ലാമും അലിഫും തഫ്ഖീം ചെയ്യണം. മിനല്ലാഹി അൽ അസീസി അല്ലേ, നമ്മൾ പഠിച്ച സഫീർ എന്ന സിഫത്ത് അത് സായിൽ ഉണ്ടാവണം. അൽ അസീസി അൽ അസീസിൽ ഹകീം. ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. മാ ഖലഖന മാ മാ പറയരുത്. മാ ഖലഖ ഖാ ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട 2 അക്ഷരങ്ങളാണ് ഇസ്തിഅലാന്റെ. ഖാഫിന് സുക്കൂൻ ആയതുകൊണ്ട് ഖൽഖല വരണം. മാ ഖലഖന അസ്സമാവാതി, സീന് സഫീർ വരണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അസ് അസ് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു പ്രത്യേക ശബ്ദം, അതാണ് സഫീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ് അസ്സമാവാതി വൽ അർദ, ضاد അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. തഫ്ഖീമിൻ്റെ ഹർഫാണ് റാഉം ضادും. വമാ ബൈനഹുമാ, ആ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇല്ലാ ബിൽ ഹഖ്ഖി വഅജലിൻ മുസമ്മ വഅജലിൻ മുസമ്മ. അജലിൻ എന്നതിലെ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. മുസമ്മ എന്ന് പറയുമ്പോൾ മീം വീണ്ടും മീം മുഷദ്ദദ വരുന്നുണ്ട്, അതിനെയും മണിക്കുക. അപ്പോൾ 2 മണിക്കൽ അവിടെ വരുന്നുണ്ട്. അജലിം മുസമ്മ
മാ നദിയെ നീട്ടരുത്, ഒറ്റ അലിഫ്. വല്ലദീന കഫറു, കഫറു റാ തഫ്ഖീം ചെയ്യണം. അമ്മ ഐനിൻ്റെ ഉച്ചാരണം, പിന്നീട് മീം മുഷദ്ദദ മണിക്കുക, ഷദ് നൽകപ്പെട്ട മീം. ദീർഘത്തിൽ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്, മുൻഫസിലായ ദീർഘം. അമ്മ ഉൻദിറു സാക്കിനാനൂനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, റാഇനെ തഫ്ഖീം ചെയ്യുക. മുഅ്രിദൂൻ, മുഅ്രിദൂൻ ളാദിൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം تنزيل الكتاب من الله العزيز الحكيم. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون.